4 അടി സൈസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പാനൽ കണ്ടില്ലേ, HDHMR ബോർഡുകളാണ്. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത രണ്ടാമത്തെ മോഡലാണ്. 1 മീറ്റർ ഹൈറ്റും കൊടുത്തു. ഇതിനകത്തേ വരുള്ളൂ ഈ ടി വി. ഇത്രയും പറഞ്ഞിട്ട് ഇതിൻ്റെ ചെലവ് എത്രയാണെന്ന് പറയാനെന്താ? അല്ലെങ്കിൽ 55 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, വീടുകളിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും കിച്ചൺ, ഡൈനിങ്, അതുപോലെ ലിവിങ്, ഈ ഒരു 3 ഏരിയ കണക്ട് ചെയ്തിട്ടാണ് പൊതുവെ ഇൻറ്റീരിയർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഒരു സാധാരണ വീടുകളിൽ ഇൻറ്റീരിയർ ചെയ്യാറുള്ളത്. എന്നാൽ അതിൽ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ് ടി വി ഏരിയ എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ടുള്ള ടി വി വെക്കാനുള്ള ഒരു ടി വി യൂണിറ്റ് മാത്രമാണ് പല വീടുകളിലും ചെയ്യാറുള്ളത്. എന്നാൽ ഒരു ടി വി ബോൾ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെ വീട്ടിലെ ടി വി ഏരിയനെ ഒരു ഗ്രാൻഡ് ടി വി ഏരിയ ആക്കാനുള്ള 1-2 ഡിസൈനുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തന്നെ ഒരു ഡിസൈൻ ചെയ്ത സൈറ്റിലാണ്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടി വി ഏരിയ എങ്ങനെ ഇവിടെ ചെയ്തു, അതിലെന്തൊക്കെ ശ്രദ്ധിച്ചു, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിൽ ചാനലുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. റെക്കോർഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. ഈ കാണുന്ന വിശാലമായിട്ടുള്ള ഒരു വോളാണ് നമ്മൾ ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വർക്ക് ഓൺ പ്രോഗ്രസ് ആണ്. മെയിൻ പോർഷൻ ഇവിടെ കവർ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഒരു ഏരിയ എങ്ങനെ വെച്ചാൽ, ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഏരിയ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഇമേജ് കണ്ടില്ലേ, ഇതാണ് ടി വി ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത വാൾ. ഈ വാളിലാണ് നമ്മൾ ടി വി ഡിസൈൻ ചെയ്യുന്നത്. 2 ഡിസൈനുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത രണ്ടാമത്തെ മോഡലാണ്. ഈ ഒരു മോഡൽ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം, ഇതിൻ്റെ സെൻറ്ററിലാണ് ടി വി വരുന്നത്. ടി വിൻ്റെ പൊസിഷൻ സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വൈഡ് ആയതുകൊണ്ട് ആ ഒരു ഭംഗി, ഒരു സ്പോട്ടിലേക്ക് അത് ഒതുങ്ങിക്കൂടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പേസ് ടി വി ചെറിയൊരു ഫീല് വരും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ചൂസ് ചെയ്തത് ഈ ഒരു പോർഷൻ, ഈ ഒരു ഡിസൈനാണ്. ഇതിൽ 2 പാനലുകൾ ലെഫ്റ്റ് സൈഡിൽ, അതായത് 2 അടി സൈസിൽ വരുന്ന 4 അടി ഗ്യാപ്പ് വിട്ട് 4.5 ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് ടി വിയുടെ ഫ്രെയിം വരുന്നത്. അപ്പോൾ അത്രയും വരുമ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലെ ഈ സെൻറ്ററിൽ നിന്ന് ഒന്ന് സൈഡിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ടി വി ഏരിയ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഫീൽ കിട്ടും. അല്ലാതെ ഒരു ടി വിയിലേക്ക് ഫോക്കസ് ആയി പോകില്ല എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. ആദ്യം ഈ 2 പാനൽ പ്ലസ് നമ്മുടെ ഫ്ലോട്ടഡ് പാനൽ ലോവേഴ്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ WPC ആണ്. അതാണ് മെയിൻ പോർഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ കൂടാതെ വരുന്ന HDHMR പാനലുകളാണ്. മാർക്കറ്റിൽ വരുന്ന മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് എങ്ങനെ അതിൻ്റെ ഫീൽ ഉണ്ടാവുമെന്ന് അത്രക്ക് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. പല കാറ്റലോഗ് നോക്കാം നമുക്ക്. ഇതിന് കളറൊക്കെയാണ് റയർ കളറുകളാണ്. നമ്മളെല്ലാ കളറിലും കിട്ടില്ല. പിന്നെ ഗോൾഡൻ കളറുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് കൂടുതൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടുള്ള കുറേ കാരണം കൊണ്ട് നമ്മൾ പല പാനലും ഇഷ്ടപ്പെട്ട പാനലുകൾ ഒഴിവാക്കി നമ്മളൊരു ബേജിലേക്ക് പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ അതൊരു ഡാർക്ക് ഗ്രീനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്ത ഈ മോഡൽ, അതായത് നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡലിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ മെഷർമെൻറ്റ്സിൽ പറഞ്ഞതുപോലെ തന്നെ 75 ഇഞ്ച് വരുന്ന ഒരു ടി വിയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഒരു വലിയ ഏരിയ മുഴുവനായിട്ട് ടി വിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൈഡിൽ വലിയൊരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ഷെൽഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷെൽഫിൽ നമുക്ക് കാണാം ലൈറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് നമ്മൾ പ്രിഫർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1/2 മീറ്റർ അല്ലെങ്കിൽ 55 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ഉള്ള ടി വി ഏരിയ, ആദ്യം ടി വി ഏരിയനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടി വി സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏരിയ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഏരിയ ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ടി വിയുടെ സൈസ് 75 ഇഞ്ചാന്ന് പറഞ്ഞു. 75 ഇഞ്ചുള്ള ടി വി ഏകദേശം ഈ ഒരു 75 നമ്മൾ ഇഞ്ചിൽ ഇങ്ങനെ ആട്ടോ വരിക. അപ്പോൾ ഒരു ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.20 ആണ്. 1.20 ഒരു സൈസ് വിടുത്തും അതേപോലെ തന്നെ നമുക്ക് 1 മീറ്റർ
ഹൈറ്റും കൊടുത്തു. ഇതിനകത്തേ വരുള്ളൂ ഈ ടി വി. അപ്പോൾ ടി വിയുടെ കേബിൾ വരാനുള്ള ഒരു ഹോൾസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൈക്ക ഫിനിഷിലാണ് ഈ ഒരു മാർബിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതൊക്കെ മൈക്കയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിൻ്റെ സൈസുകൾ നോക്കാം. ഈ പറഞ്ഞ സൈസ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ ടി വി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് സൈസിലുള്ള ടി വി വാങ്ങുന്നു എന്ന് നോക്കിയിട്ട് വേണം ഈ കാര്യം ശ്രദ്ധിച്ച് ചെയ്യാൻ. കാരണം ഒരിക്കലും നിങ്ങൾ ചെറിയ ടി വി ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഏരിയ വൈഡായി പോകും, ആവശ്യമില്ലാതെ കുറേ സ്പേസ് ആയി പോകും. ഇനി ഈ ഏരിയ ടി വി വലുതും ഇത് ചെറുതും ആയി കഴിഞ്ഞാൽ ഭംഗിയില്ലാതെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡിസൈനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ചെയ്ത ഈ ഒരു 75 ഇഞ്ച് ടി വി ഇവിടെ കയ്യിലുണ്ടായിരുന്നു. അതിന് സൈസ് ആപ്റ്റ് ആകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റ്സ് മനസ്സിലായല്ലോ. ഇത് വുഡൻ ഫിനിഷിലേക്ക് കൊണ്ടുവന്നു, ഇതിനെ മാർബിൾ ഫിനിഷിലേക്ക് കൊണ്ടുവന്നു. ഇത് മാറ്റാണ് മൈക്ക വരുന്നത്, ഇത് ഗ്ലോസിയാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ കാണുന്ന പ്ലെയിൻ വാളിനെ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് നല്ല നിർത്തി അങ്ങനെ പോകാം. അതല്ലെങ്കിൽ അതിൽ വാൾപേപ്പർ ചെയ്യാം. അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൂവേഴ്സ്, WPC ലൂവേഴ്സാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ HDHMRൻ്റെ ബോർഡുകൾ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിരിക്കുന്ന പുതിയ ഇൻറ്റീരിയർ മെറ്റീരിയലാണ് HDHMR. അത് 2 അടിയായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ സൈസ് നോക്കാം. 2 അടി അതിൻ്റെ വീതി വരുന്നുണ്ട്. 1 ഫീറ്റ് 2 ഫീറ്റ്, 1 ഫീറ്റ് ഇവിടെ വന്നു, 2 ഫീറ്റ് ഇവിടെ വന്നു. അപ്പോൾ ഈ ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫീറ്റ്. അപ്പോൾ ഇത്രയും HDHMRൻ്റെ ബോഡി 2 വന്നു കഴിഞ്ഞാൽ ബാക്കി ഏരിയ വരുന്നതാണ് നമ്മൾ ലൂവേഴ്സിൽ ചെയ്യുന്നത്. അത് വുഡൻ ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവും ഈ ടി വി ഏരിയ. ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബിഹൈൻഡിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വരിക ഇതിൻ്റെ ബാക്കിലും വന്നു കഴിഞ്ഞാൽ ആ വുഡിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് അതിനെ ഭംഗിയാക്കും. ടി വി ഏരിയയിൽ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യം ടി വി യൂണിറ്റ് ആണല്ലോ. ഇവിടെ കാണാം ടി വി യൂണിറ്റ് വൈഡായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വുഡൻ ഷെയ്ഡും അതിൽ തന്നെ ഈ ഒരു എലമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ വുഡ് നിൽക്കുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഈ മാർബിൾ ഫിനിഷിൻ്റെ ഈ ഒരു ഭാഗത്ത് 2 ഡോറുകൾ കൊടുത്തു. ഇതിന് 2 ഡ്രോവേഴ്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഫിനിഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മൾ 2ാമത്തെ സ്റ്റേജിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇത്രയും വർക്കിൻ്റെ ഡേ ഒരു 1 വീക്ക് ആഫ്റ്ററാണ് നമ്മൾ കാണുന്നത്. ആ യൂണിറ്റ് ഏകദേശം സെറ്റാണ്. ഇതിൽ ഇനിയും കുറച്ചും കൂടെ വർക്കുണ്ട്. അങ്ങനെ കഴിഞ്ഞാലേ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ LED സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ വരുമ്പോഴേ അതിൻ്റെ ഒരു ആംബിയൻസ് അവിടെ കിട്ടുകയുള്ളൂ. അതിൽ പ്രധാനമായിട്ട് അന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടി വി യൂണിറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ടി വി ഒരു വലിയ വാളിൽ മുഴുവനായിട്ട് നമ്മൾ ടി വി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടി വി വളരെ ചെറുതായിട്ട് അല്ലെങ്കിൽ ആ ഏരിയക്ക് മാച്ച് അല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടി വി കൊടുത്ത് നമുക്ക് ഇരിക്കാനുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിനനുസരിച്ചുള്ള ടി വി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് വലിയൊരു വോൾ ഉണ്ടെന്ന് കരുതി വലിയൊരു ടി വി അവിടെ 72 ഇഞ്ച് ടി വി ആക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ടി വി കൊടുക്കുന്നതിന് പകരം അതിനുള്ള സ്പേസ് കൂട്ടിയിട്ട് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചെറിയ ടി വി ആണ്. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇതിനുള്ള ഡെപ്ത്ത് നമുക്ക് മാക്സിമം ഡെപ്ത്ത് ഇതിന് LED സ്ട്രിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് അതിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പാനലുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഈ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിച്ച PVCയിൽ ചെയ്തിട്ടുള്ള മൈക്ക അല്ലെങ്കിൽ ലാമിനേറ്റ്സ് ആണ്. വുഡൻ സ്റ്റൈലിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിലൊക്കെ സ്പോട്ടിനുള്ള ഗ്യാപ്പുകൾ കൊടുത്തു. ഇങ്ങോട്ട് വന്നപ്പോൾ ലാമിനേറ്റ്സ് മാർബിൾ ഫിനിഷിലേക്ക് വന്നു. അതേ മാർബിൾ ടച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ ഇവിടെ കൊടുത്തു വലിയൊരു കൗണ്ടർ സെറ്റ് ചെയ്തു. എന്നാൽ അഡീഷണൽ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാനൽ. ഇവിടെ 4 അടി സൈസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പാനൽ കണ്ടല്ലേ, HDHMRൻ്റെ ബോർഡുകളാണ്. HDHMRൻ്റെ ബോർഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ ഡിസൈൻ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയാണ്, പുതിയതായിട്ട് വന്ന ഒരു ബോർഡാണ്. അപ്പോൾ അത് നമുക്ക് വോളിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം അതിൻ്റെ മെറ്റീരിയലിൽ മോയ്സ്ചർ കണ്ടൻറ്റിന് ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ അടിയിൽ ഒരു 6mm പാനൽ PVCയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതിന് ബാക്കിൽ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രക്ക് ധൈര്യത്തിൽ ഇത് കൊടുക്കാൻ പറ്റിയത്. കാരണം പിന്നീട് ഒരു ടെർമൈറ്റ് ഇഷ്യൂ ഇല്ലാതിരിക്കാൻ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന ഐഡിയ അതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഡിസൈൻ കണ്ടില്ല, ഏറ്റവും സിമ്പിൾ ഡിസൈനാണ്. പല ഡിസൈനിൽ ഈ ഒരു പാനൽ വരുന്നുണ്ട്, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതിലൊരു ഇവിടേക്ക് ആപ്റ്റ് ആവുന്ന ഒരു ഗ്രീൻ ഗ്രേ കളറുള്ള
ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ കളർ കോമ്പിനേഷൻ നമ്മൾ കർട്ടനും അതുപോലെ ഡൈനിങ് ഏരിയയുള്ള ചെയർസൊക്കെ വരുമ്പോൾ അത് പൂർണ്ണമാകുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ WPCയിൽ വരുന്ന പാനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇതിൻ്റെ ഒരു സൈസ് പറയുകയാണെങ്കിൽ സാധാരണ സൈസിനേക്കാൾ ഇതിൻ്റെ സൈസ് 2 ആണെങ്കിൽ ഇത് 6 ഇഞ്ച് വിടുത്ത് മാത്രമേ വരുള്ളൂ. 2 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12, 24 ഇഞ്ചോളം ഇതിൻ്റെ അളവ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു പോർഷൻ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭംഗി വരില്ല. കാരണം ഈ ഒരു ഭാഗത്തുനിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇതിലേക്ക് വരണം. അതുപോലെ ഗോൾഡ് കൂടുതലുള്ള പാനലുകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ മാക്സിമം ഗോൾഡ് ലെസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പാനൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ജോയിൻറ്റുകളാണ്. ജോയിൻറ്റ് കറക്റ്റ് ഒരേപോലെ വരുന്ന രീതിയിൽ ജോയിൻറ്റ് ചെയ്ത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇതിൽ ഉള്ള ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ലാമിനേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണ ഇതുപോലുള്ള മൈക്ക് അല്ലെങ്കിൽ ലാമിനേറ്റ്സ് ക്ലീൻ ചെയ്യുക ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുക, നല്ല സ്മൂത്ത് ചെയ്ത് കെമിക്കലുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾ കഴിയുന്നതും അങ്ങനത്തെ കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക. ചിലതിനൊക്കെ കളർ ഫെയ്ഡ് ആവാനോ അല്ലെങ്കിൽ അത് മൂവ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാനലിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പുതിയ മെറ്റീരിയലാണ്, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഈ ഗോൾഡൻ സ്ട്രിപ്പിൽ സ്ക്രാച്ച് വീഴില്ല, എന്നാലും നിങ്ങൾ ഫിംഗർ ടച്ചൊക്കെ വരുമ്പോൾ അവിടെ ഭംഗിയില്ലാതാകും. അതൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കൈകാര്യം ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള പാനലുകൾ നമുക്ക് അറിയാം ഇതിൻ്റെ റേറ്റ് കുറച്ച് കുറവ് തന്നെയാണ്. ബാക്കി ഈ ഒരു പാനലൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിന് കുറവ് തന്നെയാണ്. ഇതിന് 4000 രൂപയോളം കേട്ടോ പ്രൈസ് വരുന്നത്, 4000. അതുപോലെ ഇതിന് വരുമ്പോൾ നമുക്കറിയാം 1000-നുള്ളിൽ കിട്ടുന്ന ഷോപ്പുകളുണ്ട് അല്ലെങ്കിൽ കമ്പനിയിൽ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾ കുറേ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇതിനടുക്ക് മാറാലെ പിടിച്ച് കംപ്ലൈൻറ്റുകൾ വരിക, അതൊക്കെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നിങ്ങൾ ക്ലീൻ ചെയ്ത് നീറ്റിൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് അത് കൊണ്ടെടുക്കാം. ഈ ഒരു ഡിസൈനൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞിട്ട് ഇതിൻ്റെ ചിലവ് എത്രയാണെന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടല്ല, നമ്മൾ ഈ വർക്ക് ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വേറെയും കുറേ വർക്കുകൾ വരുന്നുണ്ട്. TV ഏരിയ മാത്രമല്ല. അപ്പം മെറ്റീരിയൽ വാങ്ങുമ്പോൾ ടോട്ടലാണല്ലോ പർച്ചേസ് ചെയ്യുക. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് PVC ബോർഡാണ്. മൾട്ടിവുഡ് എന്ന് പറയുന്ന പോലെ PVC ബോർഡ് 2 ഷീറ്റോളം ഇതിന് വന്നിട്ടുണ്ട്. ഒരു ഷീറ്റിന് 4200 രൂപ കോസ്റ്റ് കണക്കാക്കാം. 4200 ആണ്. ബ്ലൂടെക്കിൻ്റെ ഈ ഒരു 0.6 വന്നിട്ടുള്ളത്. 0.6 മതി, കാരണം നമ്മുടെ ഡോറുകളോ കാര്യങ്ങളൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അതുപോലെ തന്നെ പാനലുകളാണെങ്കിൽ ഇതിലേക്ക് വന്ന മൈക്ക GL-ൻ്റെ ലാമിനേറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. GL ലാമിനേറ്റ് ഏകദേശം 1000-നുള്ളിലാണ് ഒരു ഷീറ്റിന് പ്രൈസ് വരുന്നത്. ഇവിടെ വുഡൻ ഫിനിഷും അതുപോലെ ഒരു മാർബിൾ ടച്ചുള്ള ഫിനിഷും ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന പാനലുകൾ ലൂവേഴ്സ് വന്ന് WPC ലൂവേഴ്സ് 1000-നുള്ളിലാണ് 6 ഇഞ്ച് വിടുത്ത് വരുന്ന ഒറ്റ പാനലിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ 4.5 പാനലാണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ പാനൽ HDHMR ഗ്രേ കളറുള്ള പാനൽ കാണാം. അതിനൊന്നിന് ഏകദേശം 4200 മുതൽ 4900 റേറ്റ് വരുന്നുണ്ട്. ഓരോ ഡിസൈനും കളറിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും കേട്ടോ. നമ്മളത് 4900 ആണെന്ന് തോന്നുന്നു. എന്തായാലും അതിലേക്ക് ഗോൾഡൻ ടച്ച് വരുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതുമാത്രമല്ല, ഇതിന് വേണ്ട ലേബർ കോസ്റ്റും ഇതിനകത്ത് വരും. 2 ദിവസത്തെ വർക്ക് ഇതിന് വേണ്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ചെയ്യണം, സ്കെച്ച് ചെയ്യണം, അതിന് മെഷർമെൻ്റ് എടുക്കണം, അങ്ങനെ കുറേ വർക്കുകളുണ്ട്. എല്ലാം കൂടെ നമുക്കൊരു കോസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ പൂർണ്ണമായി ഇതിലേക്ക് ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഏരിയക്ക് ഏറ്റവും ആപ്റ്റ് ആകുന്ന രീതിയിലായി. അപ്പോൾ TV യൂണിറ്റ് നിങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, TV എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒന്ന് കണ്ടുകൊണ്ടിരിക്കില്ല. ഇന്നത്തെ കാലത്ത് കൂടുതൽ മൊബൈൽ ഫോണുകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ മനോഹരമാക്കി കഴിഞ്ഞാൽ ആ വീട് ഭംഗിയായി. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ആ വാളിനെ പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭംഗിയാകില്ല. അപ്പോൾ ഒരുപാട് അടിപൊളി ഇൻഫർമേഷൻ നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട്. അതേറ്റാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. പിന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.